ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 100 റോമൻ സൈനികരുടെ അധീപനായിരുന്നു കഫർനാമിലെ ശതാധിപൻ. അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. തൻ്റെ രോഗിയായ സ്വന്തം ഭൃത്യനോട് പോലും അദ്ദേഹത്തിന് എന്തൊരു കരുതലാണ്. ഒരു വിജാതീയനായിട്ട് പോലും താൻ കേട്ടറിഞ്ഞ ഈശോ ദൈവമാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്രമാത്രം നന്മയും എളിമയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. കർത്താവേ, അങ്ങിൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒന്നരുളിയാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന വിശുദ്ധ ലത്തീൻ റീത്തിൽ നാം ഉരുവിടുമ്പോൾ ഈ ശതാധിപൻ്റെ വിശ്വാസം ലോകാവസാനം വരെ പ്രഘോഷപ്പെടുവാൻ ഈശോ ഇടയാക്കുകയാണ്. അത്രമാത്രം അയാളുടെ വിശ്വാസം ഈശോയെ അതിശയിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മൾ എത്ര വലിയ പരാജയത്തിലാണെങ്കിലും ഹൃദയത്തിൽ നന്മയും എളിമയും സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈശോയുടെ രക്ഷ അനുഭവിക്കാൻ നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി ഈശോയെ, അങ്ങ് ഒരു വാക്ക് അരുളിയാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന സുഖദേവം 10 തവണ ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം.